തവനൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടികയായി പൊന്നാനിയിൽ KPCC ജനറൽ സെക്രട്ടറിമാരായ KP നൌഷാദ് അലിയും PT അജയ് മോഹനും സാധ്യതാ പട്ടികയിൽ. തവനൂരിൽ KPCC അംഗം AM രോഹിത്തും PT അജയ് മോഹനും സാധ്യതാ പട്ടികയിൽ. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തും വണ്ടൂരിൽ AP അനിൽകുമാറും വീണ്ടും മത്സരിക്കും. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ശാന്തകുമാർ, പലരുടെയും പേരുകൾ വരുന്നു. സാധ്യതാ പട്ടിക എങ്ങനെ? തീർച്ചയായും സേതു, അത് തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചോളം വളരെ നിർണായകമാണ്. ഏറെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. അവിടെയാണ് കോൺഗ്രസ് മത്സരിച്ച് വിജയിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, 4 അസംബ്ലി മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന് മലപ്പുറം ജില്ലയിലുള്ളത്. ആ 4 2 മാത്രമാണ് ഇപ്പോൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഏറ്റവും അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. മറ്റൊന്ന് AP അനിൽകുമാർ വണ്ടൂരിൽ പതിവായി അവിടെ തന്നെ ജയിക്കുകയും ചെയ്യുന്നു. ഒപ്പം ആണ് പിന്നീടുള്ളതാണ് ഈ പൊന്നാനിയും തവനൂരും. ഈ 2 മണ്ഡലങ്ങളും ഏതാനും വർഷങ്ങളായി LDFന്റെ പക്കലാണ്. പക്ഷേ അവിടെ വിജയം ആവർത്തിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ആ 2 മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇപ്പോൾ 2 KPCC ജനറൽ സെക്രട്ടറിമാർ മത്സരരംഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു പട്ടികയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പൊന്നാനിയിൽ PT അജയ് മോഹനുണ്ട്, അതുപോലെ തന്നെ KP നൌഷാദ് അലിയുണ്ട്. ഇവർ 2 പേരുമാണ് ഇപ്പോൾ പൊന്നാനി അസംബ്ലി മണ്ഡലത്തിലുള്ളത്. അതേപോലെ തന്നെ തവനൂർ മണ്ഡലത്തിൽ KPCC അംഗമാണ് AU രോഹിത്ത്. ഒപ്പം തന്നെ ഈ KPCC ജനറൽ സെക്രട്ടറി ഈ അജയ് മോഹന്റെ പേരും തവനൂർ അസംബ്ലി മണ്ഡലത്തിലും പരിഗണനയിലുണ്ട്. അതായത് പൊന്നാനിയിലും അതുപോലെ തന്നെ തവനൂരിലും അജയ് മോഹന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ AU രോഹിത്തിന്റെ പേരും തവനൂരിൽ പരിഗണിക്കുന്നു. അതായത് ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഫെബ്രുവരി ആദ്യ ആഴ്ചയോടുകൂടി മാത്രമേ ഇതൊരു അന്തിമ ഘട്ടത്തിലേക്ക് കോൺഗ്രസും എത്തുകയുള്ളൂ. എന്തായാലും വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിന് കഴിയുന്ന സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് ഇപ്പോൾ കോൺഗ്രസും ജില്ലയിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.